നമ്മൾ നോക്കുന്നത് ഡാഷ് ക്യാമുകളെ കുറിച്ചാണ്. അത് ഗാർമിൻ ഡാഷ് ക്യാം 66W എന്നുള്ളൊരു മോഡലാണ് ഇന്ന് നോക്കുന്നത്. ഗാർമിൻ ധാരാളം ഡാഷ് ക്യാമുകൾ ഇറക്കുന്നുണ്ട്, പക്ഷേ പലതും നല്ല എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഗാർമിൻ നല്ല കുറേ ഫീച്ചറുകൾ തരുന്നുണ്ട്. നമ്മൾ സാധാരണ ഡാഷ് ക്യാം ഉപയോഗിക്കുന്നത് നമ്മുടെ ഡ്രൈവ് റെക്കോർഡിങ്ങിന് വേണ്ടിയാണ്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും നമുക്ക് പ്രൂഫായിട്ട് ഉപയോഗിക്കാം. കാരണം നമ്മുടെ കയ്യിലല്ല ഫോൾട്ട്, മറ്റുള്ള വ്യക്തിയുടെ കയ്യിലായിരുന്നു ഫോൾട്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് വലിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഡാഷ് ക്യാം സാധാരണ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഡാഷ് ക്യാം ഫുൾ ടൈം റെക്കോർഡിംഗ് ആയിരിക്കും. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നതും, രണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും പാർക്ക് ചെയ്യുമ്പോഴും റെക്കോർഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഡാഷ് ക്യാം വയറിങ്ങിനനുസരിച്ചിരിക്കും. ചിലർ ഡാഷ് ക്യാം നമ്മുടെ സിഗരറ്റ് ലൈറ്റർ ആ ഒരു അവിടെ ആയിരിക്കും അഡാപ്റ്റർ പ്ലഗ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ചിലർ ഹാർഡ് വയർ ചെയ്തേക്കും നേരിട്ട് ബാറ്ററിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ ഗാർമിൻ്റെ 66W എന്നുള്ള ഡാഷ് ക്യാം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അവർ പറയുന്നത്, ഇവർ 1440p ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ, HDയെക്കാളും കൂടുതൽ റെസൊല്യൂഷനാണ്. അതുപോലെ തന്നെ അവർ 180 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ പറയുന്നത്. അപ്പം നമുക്ക് വളരെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചാൽ തന്നെയും വളരെ വൈഡ് ആയിട്ടുള്ള ഏരിയ അത് കവർ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗപ്പെടുന്ന കുറേ ഫീച്ചറുകൾ അവർ തരുന്നുണ്ട്. അത് ഉദാഹരണമാണ് ഫോർവേഡ് കൊളീഷൻ ആൻഡ് ലെയിൻ ഡിപ്പാർച്ചർ അലർട്ട്. അതായത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മുന്നിലെ വണ്ടിയിലേക്ക് ഇടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് അലർട്ട് തരും. അതുപോലെ നമ്മൾ ലെയിൻ പിടിച്ചു പോകുമ്പോൾ ലെയിനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിപ്പാർച്ചർ ഉണ്ടെങ്കിൽ അലർട്ട് തരും. റെഡ് ലൈറ്റ് ആൻഡ് സ്പീഡ് ക്യാമറ ഡിറ്റക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ GPS എനേബിൾഡ് ആണ്. അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാലും ആ ഒരു ഇൻസിഡൻറ്റ് ഏത് കറക്റ്റ് ലൊക്കേഷനിലാണെന്നുള്ളതിന് GPS ഇൻഫർമേഷൻ അവൈലബിൾ ആണെങ്കിൽ നമുക്കത് വളരെ നല്ല പ്രൂഫായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് GPS എനേബിൾഡ് ആണ്. ഓട്ടോമാറ്റിക് ഇൻസിഡൻറ്റ് ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലും ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പം അങ്ങനെ, കാരണം ഡാഷ് ക്യാം എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ലൂപ്പ് റെക്കോർഡിംഗ് ആണ്. പക്ഷേ നമുക്ക് ഉള്ള മെമ്മറി കാർഡിലുള്ള കണ്ടന്റ് മാത്രമേ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ലൂപ്പായിട്ട് തന്നെ പഴയ വീഡിയോ അതിങ്ങനെ എറേസ് ചെയ്തിട്ടായിരിക്കും വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കത് മാനുവലായിട്ട് സേവ് ചെയ്യാൻ പറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഡാഷ് ക്യാമിൽ. അപ്പോൾ അത് ചില ഒരു പരിധി വരെ ഇൻസിഡൻറ്റുകൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്യുകയും സേവ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. സേവ് ചെയ്യുന്ന ഡേറ്റ മെമ്മറി കാർഡിൽ അങ്ങനെ തന്നെ ഉണ്ടാവും, അത് വീണ്ടും ഇറേസ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ബോക്സിൽ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഡാഷ് ക്യാം വളരെ വളരെ കോമ്പാക്റ്റ് ആണ്. അപ്പോൾ വളരെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഡാഷ് ക്യാമാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഗ്ലാസ്സിൽ നമ്മൾ ഇത് ഫിക്സ് ചെയ്താൽ തന്നെയും അധികം ഇൻട്രൂസീവ് ആയിരിക്കില്ല. നമുക്ക് വളരെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പം ഇത് അധികം അവിടെ ഉണ്ടെന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ചെറിയ ഡാഷ് ക്യാം ആയിരിക്കും ഇത് ഫ്രണ്ടിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ. പിന്നെ ഇതിൻ്റെ കൂടെ കുറേ കേബിൾസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള USB കേബിള് 2 തരം ലെങ്തിൽ അവർ തരുന്നുണ്ട്. കാരണം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പവർ സപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. കാരണം ചിലർ വണ്ടിയുടെ സിഗരറ്റ് ലൈറ്ററിൻ്റെ അവിടെ കണക്ട് ചെയ്തിട്ട് വണ്ടിയുടെ സൈഡിൽ കൂടെ വയർ ചെയ്ത് ഗ്ലാസ്സിലേക്ക് എത്തിക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു കേബിൾ തന്നിരിക്കുന്നത്. അല്ലാതെ നേരിട്ട് അധികം കുഴപ്പമില്ല, ഈ വയർ ഹൈഡ് ചെയ്യണമെന്ന് താല്പര്യം ഇല്ലാത്തവർക്ക് തന്നെയാണ് ചെറിയ ലെങ്ത് കുറഞ്ഞ കേബിളും. പിന്നെ ഇത് സോക്കറ്റും. ഇതിൽ ഡ്യുവൽ USB ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരെണ്ണം ഇതിൽ ഡാഷ് ക്യാമിന് കണക്ട് ചെയ്താലും മറ്റേ USB സ്ലോട്ട് ഫോണിനോ അങ്ങനെയുള്ള മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സോക്കറ്റ് ഒക്കുപ്പൈഡ് ആണ്. അപ്പോൾ നമുക്ക് വേറെ കണക്ഷൻ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഡ്യുവൽ USB തന്നിരിക്കുന്നത്. ഡാഷ് ക്യാം നിങ്ങൾ കണ്ടതുപോലെ അത് ഇവിടെ ഗ്ലാസിന്റെ തൊട്ടടുത്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് 12 വോൾട്ട് DC-യിലാണ് കണക്ട് ചെയ്തിരുന്നത് ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട്. അതിന്റെ കൂടെ ഒരു അഡാപ്റ്റർ വന്നിട്ടുണ്ട്. ഈ അഡാപ്റ്ററിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബിൽറ്റ് ഇൻ ബാറ്ററി ഉണ്ട്. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാവും. നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണും. ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഡിസ്പ്ലേ ടൈം ഔട്ട് എന്നുള്ള ഇത് കാണിക്കും. വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പവർ ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ ഫങ്ഷൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഗാലറി ഉണ്ട്, എടുക്കാൻ പറ്റും. ഡ്രൈവിംഗ് മോഡിൽ പറ്റത്തില്ല. ടൈം ലാപ്സിലാണെങ്കിൽ നമുക്ക് ടൈം ലാപ്സ് ഇത് സെലക്ട് ചെയ്തിട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം. വോയിസ് കമാൻഡ് ഉണ്ട്. അത് കണക്ക് തന്നെ ഗ്രാമിൻ്റെ ആപ്പ് ഗ്രാമിൻ സേവ് ഓഡിയോ വീഡിയോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം ആ കറണ്ട് ക്ലിപ്പിന്.
സേവ് വീഡിയോ ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റിങ്സ് ഉണ്ട്, ക്യാമറ സെറ്റിങ്സ് ഉണ്ട്, ഡ്രൈവർ അസിസ്റ്റൻസ് ഉണ്ട്, സിസ്റ്റംസ് ഉണ്ട്. ഡ്രൈവർ അസിസ്റ്റൻസ്, ഗോ അലർട്ട്, ഫോർവേഡ് കൊല്യൂഷൻ, ലോ സെൻസിറ്റീവ്, ലൈൻ ഡിപ്പാർച്ചർ. നമുക്ക് ഫങ്ഷൻസ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ക്യാമറ പ്ലേസ്മെന്റ്, ഹൊറിസോണ്ടൽ, ഹൈറ്റ്. വലിയ വെഹിക്കിളാണെങ്കിൽ അത് നമ്മൾ വലിയ വെഹിക്കിൾ സെലക്ട് ചെയ്യാൻ പറ്റും. ലൈൻ ഡിപ്പാർച്ചർ ആണെങ്കിൽ അതിന് കൊടുക്കാം. പ്രോക്സിമിറ്റി അലർട്ട് എന്ന് പറയുന്നത് ഓഡിയോ ടൂൺ, എന്തൊക്കെ അലർട്ട് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇതിന് അപ്ഡേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇത് Garmin റെഡ് ലൈറ്റ് ആൻഡ് സ്പീഡ് ക്യാമറാസ് ആർ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ബൈ കണക്ടിങ് ടു ദി Garmin ആപ്പിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യും. നല്ലൊരു ഇത് വളരെ ക്യൂട്ടാണ്. ഇതൊക്കെ കണ്ടില്ലേ, കയ്യിൽ അകത്താണ് ഇരിക്കുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആണ്. ക്യാമറ, ഡ്രൈവർ അസിസ്റ്റൻസ്, ഏത് റെസൊല്യൂഷൻസ് ഏതൊക്കെ വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് 30ps HDR ആണ് കൊടുത്തിരിക്കുന്നത്. ഈവന്റ് ഡിറ്റക്ഷൻ കൊടുക്കാം. റെക്കോർഡ് ഓഡിയോ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെ ആപ്പിൽ തന്നെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് ആപ്പിൽ. പിന്നെ ഡാറ്റ ഓവർലേ, ഡേറ്റ് ആൻഡ് ടൈം അത് ഓവർലേ ചെയ്യണമെന്നുള്ളതാണ്. ലൊക്കേഷൻ, സ്പീഡ്, നമുക്ക് ഡീറ്റെയിൽസ് വീഡിയോയിൽ അത് വേണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത്രയും നമുക്ക് ടു കൺട്രോൾ യുവർ വോയിസ്. ഓക്കെ ഗ്രാമിൻ എന്ന് പറയുമ്പോൾ സേവ് ഉണ്ട്, ടേക്ക് ഉണ്ട്, റെക്കോർഡ്, സ്റ്റാർട്ട്, ടൈം ലാപ്സിന്റെ വേറൊരു ഇതാണ് ട്രാവൽ ലാപ്സ്. അത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഓരോ മിനിറ്റിന് ഓരോ ക്ലിപ്പായിട്ടായിരിക്കും സേവ് ആവുന്നത്. ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. ഗാലറിയിലാണെങ്കിൽ നമുക്ക് സേവ്ഡ് വീഡിയോസ്, പാർക്ക്ഡ് വീഡിയോസ്, ഓരോ ഇതിൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യും. ഇനി പാർക്ക്ഡ് വീഡിയോസ് നോക്കാം. അൺസേവ്ഡ് വീഡിയോസ്, അത് നമ്മൾ ഡയറക്റ്റ് പവറിൽ കൊടുക്കുകയാണെങ്കിൽ മാത്രം സെൻസ് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്യും. സോണിയുടെ G സെൻസർ എന്ന് പറഞ്ഞിട്ടൊരു സെൻസറുണ്ട്. അപ്പോൾ എന്തെങ്കിലും മൂവ്മെന്റ്സോ അല്ലെങ്കിൽ വണ്ടി അനങ്ങി കഴിഞ്ഞാൽ ഇത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് പവർ കേബിളിൽ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു കേബിൾ, നമുക്ക് ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന ഒരു കേബിൾ കിറ്റ് ഉണ്ട്. ഇവിടെ ഒരു മാഗ്നറ്റ് ഇതുണ്ട്. ഇത് മാഗ്നറ്റ് ആണ്. ഇത് സ്റ്റീൽ പ്ലേറ്റിൽ ഒരു ഡബിൾ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം അത് നമ്മുടെ ഈ ക്യാമറ ഇതിലോട്ട് മാഗ്നറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എപ്പോഴും വേണമെങ്കിലും എടുത്തോണ്ട് പോവാൻ വരാം. അങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്ത് ഇരിക്കും. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ഇതിന്. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ഈ ഗ്രാമീണ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും വളരെ ഒരു സെക്യൂരിറ്റി നമുക്ക് നല്ല ഇതാണ്. ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ 24 hours നമുക്ക് ക്യാമറ ഇതാവും. വൈഫൈയിൽ കണക്റ്റഡ് ആണെങ്കിൽ നമുക്കത് വ്യൂ ചെയ്യാനും പറ്റും നമ്മുടെ ആപ്പ് ഉപയോഗിച്ച്. മറ്റുള്ളവർക്കൊരു ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു.
നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ആവശ്യമുള്ളവർക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യുക.